ഹായ്, നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബിഹേവിയറാണ് മാർക്കറ്റ് കാണിക്കുന്നത്. മാർക്കറ്റ് പോസിറ്റീവാണ്. അത്യാവശ്യം ഫാർമ സെക്ടർ, നമ്മുടെ IT സെക്ടർ, ബാങ്കിങ് സെക്ടർ അത്ര ഓക്കെ ആയിട്ടില്ല. എന്നാലും ലീഡ് ചെയ്യുന്നത് മെറ്റൽ സെക്ടേഴ്സ്, ഈ പറഞ്ഞ മെറ്റൽ സെക്ടേഴ്സ്, IT സെക്ടർ, ഫാർമ സെക്ടറാണ് മാർക്കറ്റിന് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിമെൻറ്റ് സെക്ടർ ഉണ്ട്. അപ്പോൾ ഈ 4 സെക്ടറാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്സും ഇപ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ്, നമ്മൾ ഇന്നലെ കൊച്ചിൻ ഷിപ്പ്യാർഡ് പറഞ്ഞിരുന്നു, അത് ഓൾമോസ്റ്റ് ഒരു 4-5% കയറിയിട്ടുണ്ട്. ഞാനത് പേഴ്സണലി എടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്നലെ നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ് ഓയിൽ, നിഫ്റ്റി 3 ഇൻസ്ട്രുമെൻറ്റിൽ ഫസ്റ്റ് ടാർഗറ്റും ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പേഴ്സണലി നിങ്ങളത് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നാണ് അത് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രേഡ് നിങ്ങൾ എടുത്തിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇന്നത്തെ മാർക്കറ്റിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് സെയിം ആ ട്രേഡിൻ്റെ കണ്ടിന്യൂറ്റി വരാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 26 to 40 260 മേളിലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ എങ്ങനെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 180 എബോവ് എന്തായാലും വരും. ഇപ്പോൾ 172 ആണ് കാണിക്കുന്നത്. 180 to 240 റേഞ്ചിന് ഉള്ളിലായിരിക്കും അത് കാണിക്കുക. 240 ഒരു റെസിസ്റ്റൻസ് ഉണ്ടെന്ന് ഞാൻ ഒരുപാട് ദിവസമായിട്ട് പറയാറുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു 240 ശേഷം വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിന് അടുത്ത റെസിസ്റ്റൻസ് ഏരിയാസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 280 അടുത്ത് 340 റേഞ്ച്. 320 കാണിക്കുന്നുണ്ട്, പക്ഷേ 340-350 റേഞ്ചിലാണ് സാധാരണ ആ ഒരു റെസിസ്റ്റൻസ് എടുക്കാനുള്ളത്. സോ ഈ ഒരു ഏരിയയാണ് നമ്മൾ നോക്കാനുള്ളത്. 240-280 പക്ഷേ 320 റേഞ്ചിലൊക്കെയാണ് സാധാരണ അത് പോയി ഹിറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തത് അത് ഹെഡ് ചെയ്യുന്ന 26,400-നും 440 ഇടയിലാണ് എന്നുള്ളത് കൂടെ മനസ്സിലാക്കിയിരിക്കുക. ഇന്നല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം അത് ഹിറ്റ് ചെയ്യുന്നത് 26,440 എന്നുള്ളൊരു നമ്പറിന് മേളിലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ അനാലിസിസ് എന്ന് പറഞ്ഞാൽ. നിഫ്റ്റി എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് അടുത്ത ഈ ഒരു മൊമെൻറ്റം, ഇത് ഒരു കർവ് ചെയ്ത് കയറിയ മൊമെൻറ്റം ഇതിന് മേളിലാണ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതിന് മേളിലേക്ക് നല്ലൊരു മൊമെൻറ്റം കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. സോ നിഫ്റ്റി ഇത് വാച്ച് ചെയ്യുക. അടുത്ത് ക്രൂഡ് ഓയിൽ ഇതുപോലെ ഇത് സ്റ്റുഡൻസിനിടയ്ക്ക് പഠിപ്പിച്ച് കൊടുത്തതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബേസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രൂഡ് ഓയിൽ അടുത്ത് പോകാനുള്ള ടാർഗറ്റിനെ ഗ്രൂപ്പിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടാർഗറ്റ് ഇതായിരുന്നു. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കണ്ടാലറിയാം, ഈ ഒരു ടാർഗറ്റിൽ റെസിസ്റ്റൻസ് എടുത്ത് ഇത് തിരിച്ച് വീഴുന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു സിമെട്രിക് ട്രയാങ്കിളുടെ ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റുമാണ് അവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ടാർഗറ്റ് ഇതിൻ്റെ ഹൈയിലും സെക്കൻഡ് ടാർഗറ്റ് അടുത്ത ഏരിയയിലുമാണ്. അപ്പോൾ അടുത്ത ഏരിയയിൽ വരച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് 52-44 ഒരുപാട് ദിവസമായിട്ട് ഈ ഒരു നമ്പറിനെ സീരിയസ്ലി റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഐ തിങ്ക് കറക്റ്റ് 46 വരെ അത് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായി അത് പോയിട്ടുണ്ട്. സോ 2 ഫ്ലാഗ് വെച്ച് അത് അതിൻ്റെ ടാർഗറ്റിലേക്ക് പോയിട്ടുണ്ട്. സോ ഇനി അടുത്ത് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ 64-ന് മേളിൽ ഇത് കയറിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു മൊമെൻറ്റത്തിനെ കുറിച്ച് ആലോചിക്കാം. നെഗറ്റീവ് ആണെങ്കിൽ 5180-ന് താഴെ വരണം എന്നുള്ളതാണ്. സോ ക്രൂഡ് ഓയിലിൻ്റെ അടുത്ത നെക്സ്റ്റ് മൂവ് എന്ന് പറയുന്നത് 52-44 ഉണ്ട്. 52-44 ഉണ്ട്. 44 കഴിഞ്ഞാൽ 64-ന് മേളിൽ സേഫ് ആയിട്ടുള്ള ഒരു ട്രേഡ് കിടപ്പുണ്ട്. താഴേക്കാണെങ്കിൽ 5184-ൻ്റെ താഴെയാണ് അടുത്തൊരു ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ അനാലിസിസ് കഴിഞ്ഞു. നാച്ചുറൽ ഗ്യാസും ഇന്നലെ നല്ലൊരു ട്രേഡ് ഗ്രൂപ്പിനുള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രേഡ് ബുക്ക് ചെയ്ത ആൾക്കാർ എനിക്ക് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിരുന്നു. സ്റ്റുഡൻസ് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിരുന്നു. ഗ്രൂപ്പ് മെമ്പേഴ്സ് ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രേഡിന് ശേഷം മാർക്കറ്റ് വീണ്ടും അതിഭീകരമായിട്ട് വീഴുന്നിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും വീഴുന്നുണ്ട്. ഇത് ഒരു ട്രെൻഡിനെ സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊരു നെഗറ്റീവ് ട്രെൻഡിനെ സൂചിപ്പിക്കുന്നുണ്ട്. സോ നാച്ചുറൽ ഗ്യാസിൽ എത്ര പേര് ശ്രദ്ധിക്കുന്നതെന്ന് എനിക്കറിയില്ല. മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് ട്രെൻഡ് ഇപ്പോൾ പുതിയതായിട്ട് ഉടലെടുത്ത് വരുന്നുണ്ട്. സോ ഈ ഒരു ട്രെൻഡ് മാർക്ക് ചെയ്ത് വയ്ക്കുക. അത് താഴേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ്റെ ഇടയിലാണ്. സോ അതിനെ നമ്മൾ ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അപ്പോൾ ഈ ഒരു ട്രെൻഡിൽ കയറി ആ ട്രെൻഡ് ബ്രേക്ക് ചെയ്തു, റീടെസ്റ്റ് ചെയ്തു, പറ്റുന്നില്ല, അത് താഴേക്ക് പോകുന്നു എന്നുള്ളതാണ്
അതിൻ്റെ അനാലിസിസ്. സോ ഇപ്പോഴും നിൽക്കുന്ന ലെവലിൽ നിന്ന് സെല്ലിംഗ് വന്നു കഴിഞ്ഞാൽ ദേ ഈ ഒരു ലൈനിന് താഴെ 48ൻ്റെ താഴെ ഇതിന് വീണ്ടും സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 40 താഴെ പോയാൽ 332 എന്നിങ്ങനെ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 354ൻ്റെ മേളിൽ കയറിയാൽ 360 വരെയുള്ള ഒരു ട്രേഡ് ഉണ്ട്. 64ൻ്റെ മേളിൽ കയറിയാൽ ഇത് ഓൾമോസ്റ്റ് 72-80 പോകാനുള്ള 2 ലെവൽസ് അവിടെ കിടപ്പുണ്ട്. സോ ഇതിനെയാണ് നമ്മുടെ അടുത്ത ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് പറയുക. ഇന്നലെ പറഞ്ഞിരുന്ന ഇൻഫോസിസ് നല്ല മൂവ്മെൻറ്റ് തന്നു. 1640 ഇന്നലെ പറഞ്ഞുവെങ്കിൽ 1690 ഇപ്പോൾ നിൽക്കുന്നത്. SB വലിയ കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റ് തന്നില്ല. അതിന് പകരം ICICI ബാങ്ക് തന്നു. IT സെക്ടർ പോലെ തന്നെ മെറ്റൽ സെക്ടേഴ്സ് അവിടെ നല്ല ട്രേഡ് തന്നു. അപ്പോൾ നിങ്ങളിന്ന് നോക്കാനുള്ളത് ഫാർമ സെക്ടർ, മെറ്റൽ സെക്ടർ, IT സെക്ടർ വാച്ച് ചെയ്യുക. നിഫ്റ്റിയിലും ഇൻഡെക്സിലും ക്രൂഡ് ഓയിലിൻ്റെയും അനാലിസിസ് ഞാനവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഇത് ലൈവിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമുള്ളതാണ്. അടുത്ത വർഷം, അതായത് നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ സ്വിംഗ് ട്രേഡിങ്ങിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് കുറച്ച് നോളജ് ഷെയർ ചെയ്യുന്ന തനിച്ചുള്ള വീഡിയോസ് ഞാനവിടെ ഷെയർ ചെയ്തിരിക്കാം. ഇപ്പോൾ തന്നെ ഗ്രൂപ്പിനകത്ത് രാവിലത്തെ അനാലിസിസ് വീഡിയോ ഇച്ചിരി ലേറ്റായപ്പോഴേക്കും മെസ്സേജ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ പോസ്റ്റ് ചെയ്യാം. എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, ഞാനിത് എന്തായാലും ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ ലൈക്കും കമൻസും ഈ ഒരു വീഡിയോ മറ്റൊരാളിലേക്ക് കൂടെ എത്തിക്കാൻ സാധ്യതയുണ്ട്. സോ നിങ്ങളത് ചെയ്താൽ മാത്രമേ അത് നടക്കുള്ളൂ. നിങ്ങൾ മാത്രം കണ്ട് നിങ്ങളുടെ മാത്രം അനാലിസിസ് ആയിട്ട് അത് പോകും. എന്തെങ്കിലും അതിൻ്റെ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നതാണെങ്കിലോ തെറ്റെന്ന് തോന്നുന്നതാണെങ്കിലോ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ ദാറ്റ് യൂട്യൂബ് അതിനെ വീണ്ടും മറ്റൊരാളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ടേക്ക് കെയർ, ട്രേഡ് സേഫ്, ബൈ.